നാസയുടെ ക്രൂ 11 സംഘം അങ്ങനെ സുരക്ഷിതമായി ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നു. കാലിഫോർണിയയിലാണ് സ്പ്ലാഷ് ഡൗൺ പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ പേടകം പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. പേടകത്തിലുള്ള 4 പേരെയും സുരക്ഷിതമായ അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് കൊണ്ടുവരും. അതിന് മുന്നോടിയായിട്ടുള്ള മറ്റ് സാങ്കേതിക പ്രക്രിയകളാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരാൾക്കാണ് അതിഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചിട്ടുള്ള ആ സന്നിഗ്ധ ഘട്ടത്തിലാണ് പേടകത്തിന്റെ ദൗത്യം. ഈ ദൗത്യം വെട്ടിച്ചുരുക്കി ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്നത്. അതിവേഗം തിരികെ എത്തിക്കുകയായിരുന്നു. മറ്റ് സാങ്കേതികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ തന്നെ പേടകം അതിവേഗം ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനിയുള്ള നിമിഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ 4 പേരെയും പുറത്തേക്ക് എടുക്കുക, അവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള മറ്റ് തുടർ പരിശോധനകളൊക്കെ സാധ്യമാക്കുക, ക്വാറന്റൈനിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കുക എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആര്യ പി സയൻസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ആര്യ, ഇപ്പോൾ കാണുന്ന നമ്മുടെ തത്സമയ ദൃശ്യങ്ങൾ സംബന്ധിച്ച് ഈ ദൗത്യത്തിന്റെ നിർണായക ഒരു ഘട്ടത്തിലേക്ക്, അതായത് പുറത്തേക്ക് ഇറക്കുക എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നു. ഇനി അധികം താമസമില്ലായിരിക്കുമല്ലേ? ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രക്രിയ, അതായത് ശുദ്ധജലം, ഇപ്പം ആദ്യം ഇതിനെ ക്രെയിൻ ഉപയോഗിച്ച് ഈ റെസ്ക്യൂ മിഷനിലേക്ക് ഈ പേടകത്തെ ഉയർത്തി ആ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കുന്നതിന് മുൻപ് അതിന് മുകളിൽ അവിടെ വെച്ച് തന്നെ, കടലിൽ വെച്ച് തന്നെ ഒരു വാട്ടർ സ്പ്ലാഷ് നടത്തിയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ഈ റെസ്ക്യൂ മിഷൻ MV ഷാനലിലെ മുകളിലേക്ക് കയറ്റിയതിനു ശേഷം ഇതിപ്പം ശുദ്ധജലം ഉപയോഗിച്ചുകൊണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം ശാസ്ത്രലേഖകൻ ശ്രീ രാജഗോപാൽ കമ്മത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഈ ദൗത്യം വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ ഭൂമിയിലേക്ക് പേടകം എത്തുന്നത്. അപ്പോൾ ഈ ദൗത്യത്തിൻ്റെ പ്രത്യേകതകൾ എത്രത്തോളമുണ്ട്? കാരണം ഇനിയും അധിക ദിവസങ്ങൾ അവിടെ ബഹിരാകാശത്ത് തുടരേണ്ടതായിരുന്നു. പക്ഷേ നമുക്കറിയാം, ആ ഒരു സന്നിഗ്ധാവസ്ഥ നമുക്കറിയാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകളും വഴിത്തിരിവുകളും എത്രത്തോളം ഉണ്ട് എന്നാണ് ലോകത്തെ നാസ കാട്ടിക്കൊടുക്കുന്നത്? നമ്മുടെ സ്പേസ് എക്സ്പ്ലോറേഷന്റെ ഒരു ഇഷ്യൂ ആണ് ഈ രീതിയിലുള്ള ഒരു വൾണറബിലിറ്റി. അതായത് മനുഷ്യരാണ് ബഹിരാകാശത്തേക്ക് പോകുന്നത്. മനുഷ്യരുടെ ശരീരം എന്ന് പറയുന്നത് ഭൂമിയിലെ കണ്ടീഷൻസ് അനുസരിച്ച് പരിണമിച്ചു വന്നതാണ്. അപ്പോൾ ഇതിന്റെ ഗ്രാവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ നമ്മൾ സ്പേസിൽ 25,000 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ 90 മിനിറ്റിൽ ഓരോ പ്രാവശ്യവും ഭൂമിയെ ചുറ്റുന്നു. അതും 400 കിലോമീറ്റർ ഉയരത്തിൽ. അതൊരു വ്യത്യസ്തമായ ലോകമാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അവിടെ എല്ലാത്തരം സജ്ജീകരണങ്ങളുണ്ട്. അതായത് പ്രത്യേകിച്ചൊരു മെഡിക്കൽ എമർജൻസി ഉണ്ടായി കഴിഞ്ഞാൽ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. ഒരു സാധാരണ നമ്മൾ കണ്ടുവന്നിട്ടുള്ള പ്രത്യേക എമർജൻസികളെല്ലാം അവിടെ ഡീൽ ചെയ്യാൻ പറ്റും. ഇവിടെ അയക്കുന്ന നമ്മൾ ആസ്ട്രോനോട്ട്സ് എല്ലാം വളരെ ആരോഗ്യമുള്ളവരാണ്. അതുമാത്രമല്ല, അവരുടെ ആരോഗ്യം ഉറപ്പുവരുത്തി എല്ലാ ദിവസവും അത് ചെക്ക് ചെയ്തിട്ടൊക്കെയാണ് അവർ ട്രെയിനിങ്ങും കൊടുത്ത് മെഡിക്കൽ കണ്ടീഷൻസ് ഉറപ്പുവരുത്തി അത്രയും ശക്തമായിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് അവർക്ക് കൊടുക്കുന്നത്. വളരെ സങ്കീർണമായിട്ടുള്ള ട്രെയിനിങ്, അത് മാത്രമല്ല മൈക്രോ ഗ്രാവിറ്റി നേരിടാനുമായിട്ടുള്ളത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയും മൈക്രോ ഗ്രാവിറ്റിയിൽ ഇത്രയും സ്പീഡ് അവിടെ ഇല്ലെങ്കിലും പക്ഷെ ഈ മൈക്രോ ഗ്രാവിറ്റി അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അവർ ഒഴുകി നടക്കുകയാണ്. അപ്പൊ ശരീരത്തിലെ ഫങ്ഷനിങ് നോർമൽ രീതിയിലല്ല നടക്കുന്നത്. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസസ് ഉണ്ടാവും, രക്തയോട്ടത്തിന്റെ രക്തചംക്രമണത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ശുഭാംശു ശുക്ലയൊക്കെ പോയപ്പോ അദ്ദേഹത്തിന്റെ മുഖമൊക്കെ ഇങ്ങനെ കടുത്ത് വീർപ്പിക്കുകയായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ മറ്റ് ഉള്ളവരുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോ ദിവസങ്ങളോളം ഇങ്ങനെ തുടർന്നു കഴിയുമ്പോൾ ബോഡിയുടെ ഫങ്ഷനിങ് തന്നെ, ശരീരത്തിന്റെ ഫങ്ഷനിങ് തന്നെ താറുമാറാകും. പക്ഷെ അത് അവര് കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എല്ലാ ബോഡി ഫ്ലൂയിഡ്സും, രക്തവും യൂറിനും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. പിന്നെ ഈ അവിടെ ഒരു ഫ്യൂമിഗേറ്റഡ് എൻവയോൺമെന്റ് ആണ്. അവിടെ വൈറസോ ബാക്ടീരിയോ ഇല്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇവിടെ നിന്ന് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബഗ്, അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും രീതിയിലുള്ള ഒരു ബഗ് അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത്, അതിന്റെ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് സംശയിക്കണം. പക്ഷെ അവിടെ ഇപ്പൊ 3 ക്രൂ മെമ്പേഴ്സ്, ഇപ്പം 3 പേര് അവിടെ ഇപ്പോഴും ഉണ്ട്. പിന്നെ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, അതായത് ഈ സ്പേസ് സ്റ്റേഷന് പുറത്തിറങ്ങിയിട്ടുള്ള പ്രവർത്തനം അത് ബാൻ ചെയ്തിരിക്കും കുറെ നാളത്തേക്ക്. കാരണം അതിനുള്ള പേഴ്സണലില്ല, ആളുകളില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണെന്നുള്ളത് വ്യക്തമല്ല. ശ്രീ രാജഗോപാൽ, യഥാർത്ഥ പ്രശ്നം എന്താണ് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല നാസ. അതേസമയം അവിടെ ബഹിരാകാശത്ത് വെച്ച് തന്നെ ഈ ഒരു ആരോഗ്യസ്ഥിതി ഒരാൾക്കാണ് മോശമാകുന്നത്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ എല്ലാ മെഡിക്കൽ സംവിധാനങ്ങളുമായിട്ടാണല്ലോ പോകുന്നത്, തുടർന്നും ദൗത്യം പൂർത്തിയാകുന്നവരെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതല്ല, ഇങ്ങനെയും നമുക്ക് ചെയ്യാമായിരുന്നു, ഇത്തരം ഘട്ടങ്ങളിൽ ഇങ്ങനെയും നേരിടാൻ കഴിയും എന്ന ഒരു സാങ്കേതികമായ ഒരു മികവ് അത് ലോകത്തെ കൂടി അറിയിക്കുക എന്നതുകൂടി പിന്നിൽ വേണം.
തീർച്ചയായിട്ടും. പിന്നെ ഒരു മെഡിക്കൽ എമർജൻസി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആർക്കാണ് ഉണ്ടായത്, എന്ത് മെഡിക്കൽ എമർജൻസിയാണ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടില്ല. അതൊരു പ്രൈവസിക്ക്, പേഴ്സണൽ പ്രൈവസിക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് നാസ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നിരിക്കലും ലോകത്തെ അറിയിക്കണം. കാരണം ധാരാളം സ്പേസ് പ്രോഗ്രാമുകളല്ലേ, ഇത് മാനവരാശിയുടെ ഒരു ഇതല്ലേ. ഏത് കൺട്രി ആണെങ്കിലും ഏത് സ്പേസ് ഏജൻസി ആണെങ്കിലും ഇത് അയക്കുന്നെങ്കിലും ഒരു മാനവരാശിയുടെ ഇല്ല, അതിർത്തികൾ ഇതിനകത്ത് ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല. അപ്പം സ്പേസ് പ്രോഗ്രാം ധാരാളം പ്ലാൻ ചെയ്ത് ഇപ്പൊ മൂൺ മിഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് മാർസ് മിഷൻ വരുന്നുണ്ട്, ചൈനയുടെ മിഷൻസ് ഉണ്ട്, റഷ്യയുടെ സ്പേസ് ക്രാഫ്റ്റുകൾ പോകുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ഇത് ശരിക്കും ഒരു സയൻസ് അല്ലേ. നാസ ഒരു സയന്റിഫിക് ഓർഗനൈസേഷനാണ്. അപ്പൊ സയൻസിനെ മുൻനിർത്തിക്കൊണ്ട് അവർ ഇത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതാണ്. ഇപ്പൊ ആർക്കാണ് ഉണ്ടായതെന്ന് വേണമെങ്കിൽ പറയേണ്ട, അതൊരു പേഴ്സണൽ പ്രൈവസി ഉള്ളതുകൊണ്ട്. പക്ഷെ എന്താണ് ഉണ്ടായതെന്നുള്ളത് അവർ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഈ എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണം. കാരണം ഒന്നായി റേഡിയേഷൻ ഭയങ്കരമാണ്. അവിടെ സോളാർ റേഡിയേഷനും ഉണ്ട്, കോസ്മിക് റേഡിയേഷനും ഉണ്ട്. ഈ കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് കുറച്ച് 2 ആഴ്ചയ്ക്ക് മുമ്പ് വളരെ ശക്തമായ റേഡിയേഷൻ ഉണ്ടായിരുന്നു. അന്നാണ് നമുക്കിവിടെ പൂർണ്ണമായിട്ട് 24 മണിക്കൂർ നല്ല ചൂടായിരുന്നു. കേരളത്തിൽ ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. അപ്പൊ അതൊരു സോളാർ ഫ്ലെയറിന്റെ ഒരു ഇഷ്യൂ ആണ്. അപ്പൊ തുടർച്ചയായിട്ട് അന്തരീക്ഷത്തിന്റെ കവചമില്ലാതെ ഉള്ള അവസ്ഥയിൽ സ്പേസ് ക്രാഫ്റ്റ് ആണെങ്കിലും റേഡിയേഷൻ ഇഷ്യൂ അവർക്കുണ്ട്. എല്ലാ ആസ്ട്രോനോട്ട്സിനും റേഡിയേഷന്റെ ഇഷ്യൂ ഉണ്ട്. അതവർ ബോധവാന്മാരായി തന്നെയാണ് ഈ ഒരു തൊഴിൽ തെരഞ്ഞെടുക്കുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഇന്ത്യ അടക്കമുള്ള മറ്റൊരുപാട് ലോകരാജ്യങ്ങൾ ശാസ്ത്രത്തിന്റെ കുതിപ്പിലേക്ക് വേണ്ടി ഇങ്ങനെ കാൽവയ്പ് നടത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇന്നത്തെ ഈ ഒരു പ്രക്രിയ അത് എത്രത്തോളം ആ രാജ്യങ്ങളുടെ ദൗത്യത്തിലേക്കൊക്കെയുള്ള ഒരു ചൂണ്ടുപലക അല്ലെങ്കിൽ ഒരു സന്ദേശമായി മാറുന്നുണ്ട്? എപ്പോഴും ഒരു ട്രയൽ ആൻഡ് എററിലാണ് സ്പേസ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ഫലവത്താക്കുന്നത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്രയോ ക്രൂ മെമ്പേഴ്സ് മരണമടഞ്ഞിട്ടുണ്ട് നേരത്തെ. അതായത് ഓരോ ഇഷ്യൂസിലും, അപ്പോളോ പ്രോഗ്രാംസിലും ഒക്കെ എത്രയോ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചലഞ്ചർ കൊളംബിയ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങളിൽ നിന്നും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുകയാണ്. ഇപ്പൊ നമുക്കൊരു പുതിയ സൂചനയാണ്. എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ള ഒരു സൂചനയാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിൽ നിന്നും നമുക്ക് ബോധ്യമാകുന്നത്. നമുക്ക് ഇവിടെ നിന്നും ട്രീറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ അവിടെ നിന്നും സ്പേസ് സ്റ്റേഷനിൽ നിന്നും ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് എത്രത്തോളം വൾണറബിൾ ആണ്, ഫ്യൂച്ചർ സ്പേസ് പ്രോഗ്രാംസിന് എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നുള്ളതിന്റെ വിവരങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഇത് നമുക്കൊരു ശരിക്കും ഇതിന്റെ വിവരങ്ങൾ നമുക്കൊരു മുതൽക്കൂട്ടായിരിക്കും. ഒറ്റൊരു കാര്യം മാത്രം, ഒരു വൾണറബിലിറ്റി ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇത് ബഗ് ഇൻഫെക്ഷൻ ആണെങ്കിൽ എന്ത് ബഗ്ഗാണ്, ആ ബഗ് എങ്ങനെയാണ്, അതായത് വൈറസോ ബാക്ടീരിയ എങ്ങനെയാണ് സ്പേസിൽ ബിഹേവ് ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം ഇവരെ കംപ്ലീറ്റ് ജേം ഫ്രീ ആക്കിയിട്ടാണ് വിടുന്നത്. പക്ഷെ എന്നിരിക്കലും മനുഷ്യന്റെ ശരീരത്തിന് ഉള്ളിൽ എവിടെയെങ്കിലും വൈറസുകളോ ബാക്ടീരിയോ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. പ്രത്യേകിച്ച് COVID-19 കഴിഞ്ഞ സമയത്ത് അതിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലഡ് ക്ലോട്ട് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവിടെ വെച്ച് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇഷ്യൂ ആണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഭൂമിയിൽ ഇപ്പൊ സർജറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂയോ വേണ്ട സംഗതിയാണോ എന്നുള്ളതും കൂടി നമുക്ക് മനസ്സിലാക്കണം. മിക്കവാറും അടുത്ത മണിക്കൂറുകളിൽ ചിലപ്പോൾ വെളിവാക്കുമായിരിക്കാം. പക്ഷെ ആർക്കാണെന്ന് പറയണ്ട, എന്താണ് ഉണ്ടായതെന്നുള്ളത് നാസ വെളിവാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട്. അതിലെന്തായാലും നമുക്കൊരു ക്ലാരിറ്റി ഏകദേശമൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി 4 പേരുടെ കാര്യത്തിൽ 125ഓളം ദിവസം അവിടെ തങ്ങിയതാണ്. ആരോഗ്യകരമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇനിയുള്ള സ്ക്രീനിങ്, നിരീക്ഷണം, അതൊക്കെ എങ്ങനെയായിരിക്കാം പ്രോട്ടോകോൾ പ്രകാരം? അതിപ്പോ അവർക്ക് ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ക്വാറന്റൈൻ ചെയ്യും. അതായത് ആഴ്ചകളോളം ക്വാറന്റൈൻ ചെയ്ത് അവർ ഉറപ്പുവരുത്തിയിട്ട്, കാരണം ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥയിൽ നിന്നും ഗ്രാവിറ്റിയിലേക്ക് വരുമ്പോൾ ആ ഉള്ളൊരു പ്രശ്നമുണ്ട്. ചിലരൊക്കെ പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്യും. പക്ഷെ മറ്റുള്ളവർ, അവർക്ക് നടക്കാൻ പോലും കഴിയത്തില്ല ഇപ്പം. കാരണം ആ അസ്ഥികൾക്കൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു നെർവ്സിനൊക്കെ ആ രീതിയിലുള്ള പൂർണ്ണമായിട്ടുള്ള തിരിച്ചുവരവ് ഇനി കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ, ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ മാത്രമേ. എമർജൻസി ഉള്ള ആളിനെ ഇപ്പൊ തന്നെ അവർ ട്രീറ്റ് ചെയ്യണം. ആ മെഡിക്കൽ ടീമൊക്കെ ഉണ്ട്. പെട്ടെന്ന് തന്നെ ആ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി അവർ ചെയ്യും. സർജറി വേണമെന്നുണ്ടെങ്കിൽ സർജറി ചെയ്യും, അല്ലാതുള്ള മറ്റു കാര്യങ്ങൾ. പക്ഷെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ ഇമ്മ്യൂണിറ്റി കുറവ്. കാരണം ബോഡി കണ്ടീഷൻസ് മൊത്തം താറുമാറാവുന്ന, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവുന്നതാണ്. സർവ്വതും താറുമാറാകുന്ന ഒരു അവസ്ഥയാണ് സ്പേസിലുള്ളത്. അപ്പൊ തിരിച്ചു വരുമ്പോ ഇതൊരു സൂചകമാണ് ശരിക്കും നമുക്ക്. കാരണം സ്പേസ് പ്രോഗ്രാമിന്റെ വൾണറബിലിറ്റി സൂചിപ്പിക്കുന്ന ഒന്നാണിത്. അപ്പൊ ഇനി എത്രത്തോളം കൂടുതൽ മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഇവരുടെ ഡെയിലി കണ്ടീഷൻസ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിന് ഉപരിയായിട്ടുള്ള, അവിടെ ഉള്ളവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത, സ്വയം കൈകാര്യം ചെയ്യാൻ പറ്റും, മറ്റുള്ളവർ കൂടെയുള്ളവർക്കും അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പരിശീലനം കൊടുത്തിട്ടാണ് വിടുന്നത്. പക്ഷെ അതിനുപരിയായിട്ടുള്ള എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശരി, വളരെയധികം നന്ദി ശ്രീ രാജഗോപാൽ കമ്മത്ത് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അങ്ങനെ നാസയുടെ ക്രൂ 11 സംഘം സുരക്ഷിതമായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു. പേടകം ഇപ്പോൾ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചിട്ടുണ്ട്.
കപ്പൽ എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ നിന്നും 4 പേരടങ്ങുന്ന ആ സംഘത്തെ പുറത്തേക്ക് എത്തിക്കുക. അതിലേക്കാണ് ഇപ്പോൾ റെസ്ക്യൂ സംഘം. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. അവർ ഇപ്പോൾ അതിൻ്റെ ആ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നു. നാസയുടെ സെന കാട്ട്മാനും മൈക്ക് ഫിൻകെയും ജാക്സയുടെ കിമിയ യുയിയും റോസ്കോസ്മോസിൻ്റെ ഒലെഗ് പ്ലാറ്റ്നോവും അടങ്ങുന്ന സംഘം 11 ക്രൂ 11 സംഘം. അതിൽ 4 പേർ ഉണ്ടായിരുന്നു. 4 പേരിൽ ഒരാൾക്ക് അതിഗുരുതരമായ രോഗബാധ ഉണ്ടായതിനെ തുടർന്നാണ് 165 ദിവസത്തെ പഠനങ്ങൾ നടത്തിയ ശേഷം ഇനിയും കുറച്ചധികം സമയം ശേഷിക്കുന്നുണ്ടായിരുന്നു ഈ ദൗത്യത്തിന്റെ പൂർത്തീകരണത്തിനായി. അതിലേക്ക് പോകാതെ തന്നെ ഈ യാത്ര, ഈ ദൗത്യം വെട്ടിച്ചുരുക്കിയാണ് സംഘം തിരികെ എത്തുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്.